ലിപ്സ്റ്റിക് ദുരന്തം. എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങണം. മുറി അടിച്ചു തൂത്തു വരുന്നതിനിടയിലാണ് പ്രത്യേകിച്ച് ആരോട് എന്നില്ലാതെ ഞാൻ വിളിച്ചു പറഞ്ഞത്. ലിപ്സ്റ്റിക് ഇടുന്ന ഏത് തൂപ്പുകാരിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നറിയില്ല. പേരറിയാത്തതും ഉപയോഗമറിയാത്തതുമായ കുറെ മേക്കപ്പ് സാധനങ്ങൾ വർഷങ്ങളായി എൻ്റെ കൂടെയുണ്ട്. അതിലൊരു നല്ല ലിപ്സ്റ്റിക് ഇല്ല എന്ന തിരിച്ചറിവ് ഈ അടുത്താണ് ഉണ്ടായത്. അന്ന് വൈകുന്നേരം അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനായി വീടിന് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മോളിൽ പോയി. 10 അടി നീട്ടി വെച്ചാൽ ഷോപ്പിംഗ് മോൾ എത്തും. എങ്കിലും എല്ലാവരും കാറിലേ പോകൂ. ലൊട്ടിലൊടുക്ക് കടകൾ മുതൽ ബ്രാൻഡഡ് കടകൾ വരെ ആ മോളിലുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ആ കുട്ടിക്കുള്ള ഗിഫ്റ്റ് വാങ്ങണം. അതാണ് മെയിൻ ഉദ്ദേശം. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങി കുറെ കടകളിൽ കയറി വിൻഡോ ഷോപ്പിംഗ് നടത്തി തിരികെ നടക്കുമ്പോൾ കെട്ടിയാൻ ഓർമ്മിപ്പിച്ചു, നിനക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? തൊട്ടടുത്തുണ്ടായിരുന്ന H&M കട കാണിച്ചു തന്നിട്ട് പറഞ്ഞു, തനിയെ പോയി വാങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. നാളെ എങ്ങാനും വാങ്ങാം, ഞാൻ പറഞ്ഞു. വേണേ പോയി വാങ്ങിക്ക. ഭർത്താവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ച് 7ഉം 2ഉം വയസ്സുള്ള 2 കാന്താരികളെ കയ്യിലേൽപ്പിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. തൊട്ടപ്പുറത്ത് സെയിൽ നടക്കുന്ന ഒരു കട എന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. താരതമ്യേന ലേശം വിലക്കുറവും അവിടെ ഉണ്ട്. മേക്കപ്പ് സാധനങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വെച്ചടിച്ചു. സെയിലിന്റെ ഗുണം അവിടെ അറിയാനുമുണ്ട്. എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നു. ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതിൽ ചിലതെടുത്ത് അതിന് ശരിക്കുള്ള പാക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട്. തപ്പി ഒരു പരുവമായി. അതിനിടയിൽ ബാഗിൽ കിടന്ന് കിണിന്ന് മൊബൈൽ അടിക്കുന്നു. ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പോയിട്ട് ഇതുവരെ കിട്ടിയില്ലേ? H&M കയറാതെ അടുത്ത കടയിൽ പോയത് എന്തിന്? വരുന്നു. ഫോൺ കട്ട് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. കളിച്ചു തളർന്ന മക്കളും അവരുടെ പുറകെ ഓടിത്തളർന്ന അപ്പനുമാണ് എന്നെ വരവേറ്റത്. പറഞ്ഞതുപോലെ H&M കയറിയില്ല എന്ന് വേണ്ട. ഒരു പടം മേക്കപ്പ് സെക്ഷൻ ലക്ഷ്യമാക്കി നടന്നു. ലിപ്സ്റ്റിക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഓരോന്നായി എടുത്ത് കയ്യിൽ വരച്ചു നോക്കാൻ ആരംഭിച്ചു. മൂത്ത സന്താനം ലിപ്സ്റ്റിക് എന്തെന്നു പോലെ അറിയാത്ത അവനും ഓരോന്നെടുത്ത് സ്കെച്ച് പെൻ ഉപയോഗിച്ച് കളർ ചെയ്യുന്ന ലാഘവത്തോടെ എൻ്റെ വലത് കയ്യിൽ വരച്ചു തുടങ്ങി. ഇളയ സന്താനം താഴത്തെ റാക്കുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന നെയിൽ പോളിഷ് ഓരോന്നെടുക്കുന്നു, വയ്ക്കുന്നു. നെയിൽ പോളിഷ് വല്ല പ്ലാസ്റ്റിക് കുപ്പികളിലും നിറച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. ഇവരെയൊക്കെ കൊണ്ട് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവസാനം തപ്പി ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചു. അതിലെ നമ്പരും പേരും നോക്കി ഒറിജിനൽ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. കുറെ നോക്കിയിട്ടും കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാനോട് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. മേക്കപ്പ് സെക്ഷന്റെ ആൾ ഇപ്പോൾ വരും, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ അയാളും കൈയൊഴിഞ്ഞു. തൊട്ടാൽ പൊട്ടുന്ന സാധനങ്ങളുടെ അടുത്ത് കുട്ടി സ്രാങ്കുകളെയും കൊണ്ട് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും അവർക്കറിയില്ലല്ലോ. 10 മിനിറ്റ് ആയിട്ടും ആരെയും കാണുന്നില്ല. അവിടെയുള്ള സകലമാന കളറുകളും എന്റെ കൈത്തണ്ടയിൽ എത്തി എന്നത് മൂത്തയാൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ചില്ലുകുപ്പുകൾ മുട്ടാതെയും തട്ടാതെയും എടുക്കാനും തിരിച്ചു വയ്ക്കാനും ചെറിയാൾ പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. അവസാനം സോണൽ പറഞ്ഞു, നാളെ എങ്ങാനും വാങ്ങാം. ടെസ്റ്റർ തിരിച്ചു വെച്ച് ഒരു ടിഷ്യൂ എടുത്ത് കൈ വൃത്തിയാക്കി നടക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഞാനും പറഞ്ഞത്, നാളെ എങ്ങാനും വാങ്ങാമെന്ന്.